ഒരുപാട് സ്ട്രെസ് ചെയ്ത് ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറയാൻ ഇനി കിട്ടിയില്ലെങ്കിൽ എഴുതണ്ട. മെയിൻ ആയിട്ട് മാത്സ് ഏരിയാസ് ആയിരുന്നു. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്യാറ് വളരെ കുറവായിരുന്നു. അറ്റൻഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഗസ് ചെയ്യത്തുള്ളൂ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് എക്സാം സാർ ഓരോ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസും മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഈ എക്സാമിന് ഞാൻ നല്ലപോലെ ആൻസർ ചെയ്ത് കണ്ടുപിടിച്ച് എനിക്ക് ഓപ്ഷനിലുള്ളൊരു ആൻസർ തന്നെ കിട്ടി. എപ്പോഴാണ് റിസൾട്ട് നോക്കിയത്? ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുമായിരുന്നു വാട്സപ്പ്, ഇങ്ങനെ ഗ്രൂപ്പിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോന്ന്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ജസ്റ്റ് 9:30 കഴിഞ്ഞപ്പോൾ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞു. ഫൈനൽ ആൻസർ കീ നോക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ സ്കോർ കാർഡ് കണ്ടു. ഓക്കെ. എന്നിട്ട് കണ്ടപ്പോൾ എന്ത് ഫീൽ ചെയ്ത്? കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ നെറ്റ് കിട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ജെആർഎഫ് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. കിട്ടുമോ അടുത്തുണ്ട്, എന്നാലും ചിലപ്പോൾ മിസ്സായി പറയാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ടെൻഷനിലായിരുന്നു. റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ വേഗം സ്ക്രോൾ ചെയ്ത് താഴെയാണ് നോക്കിയത്. ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും കുറെ നാളായിട്ട് ഞാൻ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണതാണ്. പപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എനിക്ക്. ഞാൻ PG കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2 years കഴിഞ്ഞു. 2 years ആയി. അപ്പൊ എനിക്ക് JRF PhD ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. JRFന് വേണ്ടി ഇങ്ങനെ JRF ഇപ്പൊ എല്ലാവർക്കും അറിയാം ഞാനിത് ഭയങ്കരമായിട്ട് പഠിച്ചോണ്ടിരിക്കുകയാണ്. പപ്പ നമുക്ക് എപ്പോഴും ചെയ്തിട്ട് സെറ്റ് എക്സാം എഴുതാൻ പോകുമ്പോ അപ്പം നെറ്റ് പോലും കിട്ടുന്നില്ലായിരുന്നു. എനിക്ക് ഇതുവരെ നെറ്റ് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് മിസ്സായത്. അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കിട്ടുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങനെ. ചിലപ്പോൾ നെറ്റ് മാത്രം കിട്ടിപ്പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ JRFന് വേണ്ടി അറ്റംപ്റ്റ് എടുക്കത്തില്ലായിരുന്നു. പിന്നെ ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. പക്ഷെ വിചാരിച്ച പോലെ തന്നെ രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടി. 4 പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം. 4ാമത്തെ പ്രാവശ്യം കിട്ടിയപ്പോൾ നെറ്റ് കൂടെ കിട്ടി. രണ്ടും കൂടെ കിട്ടി. നെറ്റ് ആദ്യം കിട്ടണം എന്ന് ആഗ്രഹിച്ചതായിരുന്നോ PG ചെയ്യുമ്പോഴേ? PG ചെയ്യുമ്പോഴേ എനിക്ക് PhD ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം JRF കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സേവിങ്സ് ഒരു ഇൻകം കോഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ 5 years അല്ലെങ്കിൽ ചെയ്യുന്ന അത്രയും നാളെ കുറിച്ച്. അപ്പം അതുകൊണ്ട് JRF കൂടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നെറ്റ് പോലും കിട്ടാതെ വന്നപ്പോൾ ഭയങ്കര ലാസ്റ്റ് ടൈം ആയപ്പോൾ ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആയി. പിന്നെ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. ഇപ്പം ഒക്ടോബറിൽ റിസൾട്ട് വന്നിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 മാസം കൂടെ ഉള്ളൂ. ഡിസംബറിലായിരിക്കും എക്സാം എന്ന് വിചാരിച്ചത്. അപ്പം ഒരു ചാൻസ് ഇല്ല. എന്നാലും ഞാൻ JRF കിട്ടിയ ആ കുട്ടിയോട് ചോദിച്ചപ്പം ഐഫർ ഇങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഐഫറിൽ പേപ്പർ 1 ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്ന കുട്ടിയാണ്. അപ്പം പേപ്പർ 1 കംപ്ലീറ്റ്ലി ഐഫറിലായിരുന്നു. ഭയങ്കര അല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ JRF കിട്ടിയെന്ന് കണ്ടപ്പോ ഒന്ന് കണക്ട് ചെയ്തതാണ്. അപ്പം ഐഫറിലെ ക്ലാസ്സസ് ഭയങ്കര നല്ലതാണ്. മെയിൻ ആയിട്ട് എന്നോട് പറഞ്ഞത് ആ കുട്ടിക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈവനിങ് ക്ലാസ്സസ് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ മോർണിംഗ് സെഷൻസും JRF സെഷൻസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു, കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു സാറിന്റെ ക്ലാസ്സസ്. അപ്പൊ 5 AM JRF. അപ്പൊ ഞാൻ എന്ത് കാര്യം കേട്ടാലും കുറച്ചുകൂടി അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് പിന്നെ നോക്കാന്ന് വിചാരിക്കണം. പക്ഷെ എന്തോ എനിക്കത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഉടനെ തന്നെ ഐഫിന്റെ കോണ്ടാക്ട് വാങ്ങിച്ച് കോണ്ടാക്ട് ചെയ്ത് ജോയിൻ ചെയ്തപ്പോൾ തന്നെ. സാറിന് ഈ പഠിപ്പിക്കുന്ന സമയത്ത് മതിയായില്ല തോന്നുന്നു, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു ദിവസം എടുത്തുകൊണ്ടുവന്നൊരു സാധനമാണ് ഈ 5 AM JRF ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അവിടെ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാ. അത് രാത്രി ഉറങ്ങിയില്ലെങ്കിലും അതെടുക്കും. അത് ആ ഒരു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക, പറഞ്ഞു തരിക എന്നുള്ളതാണ് ആളുടെ ഉറങ്ങുന്നതിനേക്കാൾ ബാക്കി എല്ലാത്തിനേക്കാൾ സാറിന്റെ ഡെഡിക്കേഷൻ കാണുമ്പോൾ നമുക്കും ഉറങ്ങാതിരുന്ന് പഠിക്കണം. ഭയങ്കര ഒരു അതൊരു സാർ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. സാറ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് 9 PM ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അത് 4-4:30 വരെ മോർണിംഗ് എടുത്തിട്ട് ഇപ്പൊ എല്ലാരും വിചാരിച്ച് JRF സെഷൻസ് എടുക്കുന്നില്ല. എന്നിട്ട് സാർ അപ്പം കുറെ പേര് JRF സെഷൻസ് മാത്രം അറ്റൻഡ് ചെയ്യാൻ കുറെ പേര് വന്നു ആ ക്ലാസ്സിനില്ലാതെ. അപ്പം സാർ അതും എടുത്തു. വേറെ സ്റ്റുഡൻസും കൂടെ ജോയിൻ ചെയ്തു. കുറെ പേര് 9 മണിത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായപ്പോഴേക്കും ലെഫ്റ്റ് ആയി. JRF ടൈമിൽ വന്നപ്പോഴേക്കും സാറ് ക്ലാസ് എടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. അത് ശരി. ഓക്കെ. അതാണ് കാര്യമായിട്ട് ഉപകാരപ്പെട്ടെ. എനിക്ക് JRF സെഷൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. ഞാൻ ജോയിൻ ചെയ്തപ്പോഴേക്കും ഓൾമോസ്റ്റ് ലൈവ് ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ അനീസാന്റെ ഹയർ എഡ്യൂക്കേഷന്റെ ഒരു 3 ലൈവ് ക്ലാസ് എനിക്ക് കിട്ടിയായിരുന്നു. ബാക്കി എല്ലാം റെക്കോർഡാണ് ഞാൻ കണ്ടത്. അപ്പൊ JRF സെഷൻസ് എനിക്ക് ഭയങ്കര ലൈവ്ലി ആയിട്ട് സാറിന്റെ ഇന്ററാക്ഷൻ, സാർ പഠിപ്പിക്കുന്ന രീതി, സാർ ഭയങ്കര കൂളായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒരു ടെൻഷൻ തോന്നില്ല. നമുക്കൊരു സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതായിട്ട് തോന്നത്തില്ല. ഒരു
ഒരു ഫ്രണ്ട് ഇങ്ങനെ ബ്രദർ പറഞ്ഞ അങ്ങനെയുള്ള പോലെയാണ്. തോന്നുന്നു. ആ, അപ്പോൾ ജെആർഎഫ് സെഷൻസ് അങ്ങനെ ലൈവ് ഇന്ററാക്ഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പ്രോബ്ലംസ് ഒക്കെ എനിക്ക് മെയിൻ ആയിട്ട് മാത്സ് ഏരിയാസ് ആയിരുന്നു. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്യാറ് വളരെ കുറവായിരുന്നു. അറ്റൻഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഗസ് ചെയ്യത്തുള്ളൂ, പ്രോപ്പറായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ട്. എല്ലാവരും നമ്മളൊക്കെ അങ്ങനെ ഇത് എനിക്ക് ഭയങ്കര സാർ ഓരോ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസും മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഈ എക്സാമിന് ഞാൻ നല്ലപോലെ ആൻസർ ചെയ്ത് കണ്ടുപിടിച്ച് എനിക്ക് ഓപ്ഷനിലുള്ള ഒരു ആൻസർ തന്നെ കിട്ടി. അപ്പോൾ അത് ഭയങ്കര എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് മാത്സുമായിട്ട് ഒരു ടച്ച് ഇല്ല. അപ്പം മാത്സ് പഠിച്ച് അതിന്റെ ആൻസേഴ്സ് കറക്റ്റ് ചെയ്തൊക്കെ ജെആർഎഫ് കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. എനിക്ക് 37+ ക്വസ്റ്റ്യൻസ് പേപ്പർ 1 കിട്ടിയില്ലേ? എന്തായിരുന്നു മൊത്തത്തിലുള്ളൊരു സ്ട്രാറ്റജി പേഴ്സണലി പഠിക്കുമ്പോൾ? ഞാനിപ്പോൾ ഡിസംബർ ജനുവരി എക്സാമിന് മുമ്പ് അത്രയും ആ ഒരു ടൈമിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളൂ. അത് പ്രത്യേകിച്ച് എനിക്ക് ഷെഡ്യൂളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പറ്റാൻ ടൈം അത്രയും പഠിക്കും. ഇപ്പോൾ രാത്രി ഉറക്കം വരുന്ന 8 മണിക്ക് ഉറക്കം വന്നാൽ അപ്പോൾ കിടന്നുറങ്ങിയിട്ട് ചിലപ്പോൾ 2 മണിക്ക് എണീറ്റ് അങ്ങനെ ഇന്ന ടൈമൊന്നും ഇല്ലായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇരിക്കുന്നു. ഒരു ഫുൾ ഡേ എങ്ങനെയാ പോവാ? അപ്പോൾ ഈ ഒരു ടൈമിൽ എക്സാം എടുക്കുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് രാവിലെ പള്ളിയിൽ പോകും. ഞാൻ ഭയങ്കര റിലീജിയസ് ആണ്. അപ്പോൾ എനിക്ക് പ്രാർത്ഥനയുടെ അതിന്റെ ഒരു പ്രാർത്ഥിച്ച് കിട്ടിയതാന്ന് കൊണ്ടുണ്ട്. കാരണം ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. അപ്പോൾ എനിക്ക് ജെആർഎഫ് കിട്ടാന്ന് പറഞ്ഞാൽ എന്റെ മാത്രം കഴിവല്ല, എന്തായാലും അങ്ങനെയാണ്. അപ്പം ഞാൻ രാവിലെ പള്ളിയിൽ പോയിട്ട് വരും. പിന്നെ ഒരു ഡെയിലി പോകും. 8:30 ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ റിലാക്സ് ചെയ്യണം തോന്നുന്ന ടൈമിൽ റിലാക്സ് ചെയ്യും. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടൊന്നും അല്ല പഠിച്ചത്. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തൊന്നും അങ്ങനെ ഭയങ്കര മീൻസ് അപ്പം എനിക്ക് കുറച്ചുകൂടി ടെൻഷൻ കൂടും. അപ്പം ഞാൻ റിലാക്സ് ചെയ്ത് പറ്റുന്ന പോലെയൊക്കെ പഠിച്ച് പേപ്പർ 1 ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം എനിക്ക് പേപ്പർ 1 എപ്പോഴും മാർക്ക് കുറവ്. നമ്മൾ എല്ലാവരും നോർമലി വിചാരിക്കും പേപ്പർ 1 സ്കോർ ചെയ്യാൻ പറ്റും, അതധികം ഫോക്കസ് ചെയ്യേണ്ട ഞാൻ വിചാരിക്കില്ല. പക്ഷെ പേപ്പർ 1 ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ഓരോ എക്സാംസ് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി. പേപ്പർ 2 മാത്രമല്ല, പേപ്പർ 1 അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഐഫോണിന്റെ ക്ലാസ്. എന്താ കൂടുതൽ ഉപകാരപ്പെട്ടെ? ഈ പറഞ്ഞ 5 ജെആർഎഫ് ക്ലബ് ഒക്കെ പഠിക്കുമ്പോൾ മോക്ക് ടെസ്റ്റ്, അതുപോലെ PYQs കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള PYQs ക്വസ്റ്റ്യൻസ് ആണല്ലോ, അതൊക്കെ ഭയങ്കര അതിന്റെ എക്സ്പ്ലനേഷൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതൊക്കെ എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, പറ്റണ പോലെയൊക്കെ മോക്ക് ടെസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഓൾറെഡി കുറെ മോക്ക് ടെസ്റ്റസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എല്ലാം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള PYQs ഒക്കെ. പക്ഷെ എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സ്ട്രെസ്ഡ് ആയിരുന്നു ഈ ടൈമില്? സ്ട്രെസ് ആയിട്ട് അങ്ങനെ ഒരുപാട് സ്ട്രെസ് ചെയ്ത് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്നോട് കുറച്ച് നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറയാൻ ഇനി കിട്ടിയില്ലെങ്കിൽ എഴുതണ്ട എന്നുള്ളത്. എനിക്ക് കഴിഞ്ഞ എക്സാമിന് PhD ഓൺലി ക്വാളിഫൈഡ് ആയിരുന്നു. അപ്പോൾ ഇനി PhD ചെയ്യാൻ അങ്ങനെ ചെയ്താൽ മതി, ഇനി കിട്ടിയില്ല എഴുതണ്ട, അങ്ങനെയുള്ള രീതിയിലാണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഫാമിലിയൊക്കെ എന്താ അവസ്ഥ? എല്ലാരും ഞാൻ അങ്കിളിന്റെ ആന്റിയുടെ വീട്ടിൽ നിന്നാണ് റിസൾട്ട് നോക്കിയത്. അല്ലല്ല, അത് ഇവിടെ നിന്നപ്പോഴാണ് വന്നത്. പഠിക്കുന്ന ടൈം മൊത്തം അവിടെയാണ്. അപ്പം അവരൊക്കെ എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ഞാൻ കുറെ നാളായിട്ട് ഇതിന്റെ പുറകെ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് അപ്പൊ ഈ ഇത്രയും ട്രൈ ചെയ്തില്ല, ഇനി നിർത്ത് വേണ്ട അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഇഷ്ടം ഇതായതുകൊണ്ട് ട്രൈ ചെയ്തു കിട്ടട്ടെ, അങ്ങനത്തെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇപ്പൊ ആപ്പ് പറഞ്ഞാൽ ഇനിയിപ്പോ ലാസ്റ്റ് അറ്റംപ്റ്റ്, ഇനിയിപ്പോ എഴുതണ്ട, അങ്ങനെയുള്ള ഇനി ജൂണിൽ എക്സാമിന് വരെ പ്രിപ്പയർ ചെയ്യണ്ട, ഇത് ലാസ്റ്റ് ആയിട്ട് കണ്ടെഴുതുക. പേപ്പർ 1 മാത്രമായിരുന്നു ഈ കാറ്റഗറൈസ്ഡ് ടെസ്റ്റുകളാണ് കൂടുതൽ ചെയ്ത് നോക്കുക അല്ലാത്ത സമയത്ത്? കാറ്റഗറൈസ്ഡ് ടെസ്റ്റസ് ആണ് ഞാൻ കൂടുതൽ നോക്കിയത്. മാത്സിന്റെയും ലോജിക്കൽ റീസണിങ് സബ്ജക്ട്സ് പ്രാവശ്യം സ്വന്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സബ്ജക്ട് ഞാൻ പേപ്പർ 1 മാത്രം ഫോക്കസ് ചെയ്തു. സബ്ജക്ട് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചാണ് പഠിച്ചത്. ഞാൻ മെറ്റീരിയൽസ് വെച്ച് പഠിച്ചിട്ട് എനിക്ക് എല്ലാ ഏരിയാസും ഒന്നും കവർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം നോക്കി. പേപ്പർ 2 പേപ്പർ 1 കംപ്ലീറ്റ്ലി ഐഫോണിന്റെ മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ്, ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ആ കുട്ടി പറയണ കേട്ട് എന്തോ ഭയങ്കര ജെന്യൂൻ ആയിട്ട് തോന്നി ഞാൻ സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ട് എടുത്താണ്. എന്നാലും എനിക്ക് അറിയില്ല, ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് എത്ര യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിയില്ല. ഭയങ്കര ഫസ്റ്റ് ക്ലാസ് തൊട്ട് ഞാൻ സാറിന്റെ ജെആർഎഫ് സെഷൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തതോട്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. നല്ല എല്ലാ ഫാക്കൽറ്റീസും കേട്ടോ. ഞാൻ ലൈവ് കണ്ടപ്പം ചെറിയ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന പോലെ ഭയങ്കര പേഷ്യൻസിൽ എല്ലാവരും PG കഴിഞ്ഞവരാ, പക്ഷെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്
ഇനിയിപ്പോ ചെറിയ കാര്യങ്ങൾക്ക് ഡൗട്ട് ചോദിച്ചാൽ പോലും ടൈം എടുത്ത് നല്ലപോലെ പറഞ്ഞു കൊടുത്ത് ഭയങ്കര ബാക്കിയുള്ളവർ പേപ്പർ വൺ ബാക്കിയുള്ള ടീച്ചേഴ്സ് ഇല്ലേ? ബാക്കിയുള്ള ഞാൻ പറഞ്ഞത് നഷ്മ മാം, സബിത, ഭയങ്കര അവരുടെ ക്ലാസ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു. കേൾക്കുമ്പോ തന്നെ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ മെറ്റീരിയൽസ് നോക്കുമ്പോഴേക്കും നല്ലപോലെ തറവാണ്. എല്ലാ കുട്ടികളും പറയുന്ന അനീസാന്റെ ക്ലാസ് ആണെങ്കിലും ഐഫലിലെ എല്ലാ ക്ലാസ്സും പിന്നെ ഒന്ന് പോയി നോക്കണ്ട അങ്ങനെയല്ല, നല്ലപോലെ സ്ട്രൈക്ക് ചെയ്യും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അത്ര വളരെ നന്നായിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് അപ്പൊ തന്നെ കിട്ടും ക്ലാസ് കഴിയുമ്പോ തന്നെ. പിന്നെ നോട്ട് ചെയ്ത പോയിന്റ്സ് ഒക്കെ നോക്കുമ്പോ തന്നെ എല്ലാം ക്ലിയർ ആണ്. പിന്നെ എന്താ പ്ലാനുകള്? PhD ചെയ്യണമെന്നാണ്. ഞാൻ നെറ്റ് പോലും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ PhD കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇനിയിപ്പോ പതിയെ സ്റ്റാർട്ട് ചെയ്യാം, അതിലേക്ക് ഇറങ്ങാം. ഓക്കെ, എനിവേ ഈ സന്തോഷം നേരിട്ട് കേൾക്കുക എന്നുള്ള രീതിയിലാണ് ഇറങ്ങി. അത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ആ സന്തോഷം കൂടി കൂടി വരികയാണ് ഓരോരുത്തരും. പ്രത്യേകിച്ച് നമ്മൾ അവിടെ ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു ക്ലാസ് എടുക്കലാ. അത് അനീസറാണെങ്കിൽ എല്ലാവരും അവർക്ക് കൂടെ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് ചെയ്യണേ. അത് നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷെ വീട്ടിൽ വരുമ്പോൾ വീട്ടിലെല്ലാവരെയും കാണുമ്പോഴേ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു റിപ്പിൾ എഫക്റ്റ് ഉണ്ട്. നമ്മൾ അവിടുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം ആളുകളിൽ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എക്സാം കഴിഞ്ഞ പാട് വണ്ടി എടുത്ത് ഇറങ്ങിയത്. നേരിട്ട് ഈ സാധനം എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയണേ, ആ ഒരു സന്തോഷം കാണാൻ കഴിയുക എന്നുള്ളത്. അത് നിങ്ങൾ നേടുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിലൊക്കെ ഒരു കാരണം ചെറുതായിട്ടെങ്കിലും നമുക്കൊരു ഫാക്ടർ ആവാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ് അതിൻ്റെ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ശരിക്കും. ഇനിവേ ഒരുപാട് സന്തോഷം. പിന്നെ ബാക്കി പരിപാടികളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. PhD കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. എന്തെങ്കിലും ഇനിയും PhD അതിന്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഫറിൽ തന്നെ ഉണ്ടാവും, കാര്യങ്ങൾ കൂടെ ഉണ്ടാവും, ഇഫറും ഉണ്ടാവും. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. താങ്ക് യു.